പണിയല്ലല്ലോ. എന്നൊക്കെ ഈ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഷജറാജ് ഇപ്പം കട്ടപ്പന ടൗൺ ഹാള് 1 കോടി രൂപ അടുത്ത് ചെലവഴിച്ച് വെള്ള പൂശുവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാലഹരണപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലഹരണപ്പെട്ടെന്നും പറയാം. പക്ഷേ ഇത് മുഴുവൻ ചുവർന്നൊലിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടും അറ്റകുറ്റപ്പണിയെല്ലാം കൂടെ 1 കോടി രൂപയ്ക്ക് നടത്തുകയാണ്. ഇതെന്തായാലും കട്ടപ്പന ടൗൺ ഹാള് ഈ 1 കോടി രൂപ മുടക്കുന്ന സ്ഥിതിക്ക് ഒരു 2-3 ലക്ഷം രൂപ 3 കുടുംബം മുടക്കുന്നു. നല്ലൊരു പാർക്കിംഗ് സൗകര്യങ്ങൾ കിട്ടിയൊരു ടൗൺ ഹാൾ വേണ്ടിയിട്ട് നഗരസഭ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഭരണസമിതി ഉദ്ദേശിക്കുന്നത് വലിയൊരു അഴിമതി. കാരണം നിസ്സാരമായിട്ട് നമുക്ക് പറയാം, കട്ടപ്പന ടൗണ് 2000 തൊട്ട് ഇങ്ങോട്ട് കണക്ക് കൂട്ടിയാൽ 2025 വരെ റോക്കറ്റ് വേഗത്തിൽ വളർന്ന ഒരു ടൗണാണ്. ആ ടൗണിന് ആധുനിക രീതിയിലുള്ള ഒരു ടൗൺ ഹാൾ അത്യന്താപേക്ഷിതമാണ്. ഇത് പാർക്കിംഗ് സൗകര്യമില്ലാതെ ഒരു 4 വണ്ടി പോലും തികച്ചിടാൻ സൗകര്യമില്ലാത്തൊരു സ്ഥലത്ത്, അത് അന്ന് 1980കളിൽ അന്നിരുന്ന ഭരണസമിതി അന്നത്തെ ടൗണിന് അനുയോജ്യമായ ഒരു ടൗൺ ഹാൾ പണിതാണ്. ഇതിപ്പോൾ 2025 ഏകദേശം 40 വർഷത്തോളമായി. ഇത് ഇങ്ങനെ 1 കോടി രൂപ അടുത്ത് ഏകദേശം 1 കോടി രൂപ മുടക്കിയാണ് ഇതിപ്പോൾ പുനരുദ്ധരിക്കുന്നത്. ആ പൈസയുടെ കൂടി ഒരു 2 കോടി രൂപ കൂടെ മുടക്കി അത് 3 വർഷത്തെ ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തി ചെയ്താൽ പോലും ഇതിന് പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ടൗൺ ഹാളും അതിനോടനുബന്ധിച്ച് വേണമെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും അല്ലെങ്കിൽ ഒരു ഓപ്പൺ ജിമ്മും ഒക്കെ ഇതിനകത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാവുന്ന രീതിയിൽ ഇത് സംവിധാനം പണിതെടുക്കാമായിരുന്നു. അതിനൊന്നും ഭരണസമിതിക്ക് താല്പര്യമില്ല. അവർക്ക് പെട്ടെന്ന് വിളവെടുക്കുക എന്നുള്ള ഒരു രീതിയിൽ, തന്നാണ്ട് കൃഷി എന്നുള്ള രീതി അതിനകത്ത് ഉപയോഗിക്കുന്നത്. കാരണം പെട്ടെന്ന് വിളവെടുത്ത് പോവുക എന്നുള്ള രീതിയിൽ ഇത്രയും വലിയൊരു തുക ഇതിനകത്ത് മുടക്കി. ഇത് കണ്ടാൽ നമുക്ക് കാണാം, ഇത് മുഴുവൻ ഇതിൻ്റെ സംവിധാനമെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലൊന്നും ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ഇടുന്നു, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്നു, തറ ഒന്ന് കുത്തി പൊളിച്ചിടുന്നു. ഇത്ര മാത്രമാണ് ഇത് നടക്കുന്നത്. ഇതിനെ നനച്ചിൽ മാറത്തില്ല, ഇതിൻ്റെ വിള്ളൽ മാറത്തില്ല. ഇതെല്ലാം ഒന്ന് ഗ്ലാസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന് മുന്നേ ഗ്ലാസ് ഇട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് തീർക്കുന്ന പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അത് വലിയൊരു അഴിമതി. അതിനകത്ത് വലിയൊരു അഴിമതി എന്ന് പറഞ്ഞാൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതി, അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അഴിമതി കട്ടപ്പന ടൗൺ ഹാളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 1 കോടി രൂപ മുടക്കിയാണ് പണി ചെയ്യുന്നത്. ഒരു 3 കോടി രൂപ 3 വർഷമായിട്ട് ഈ ബഡ്ജറ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെ അതിമനോഹരമായൊരു ടൗൺ ഹാളും പാർക്കിംഗ് ഏരിയയും എല്ലാം നമുക്ക് പണിയാൻ സാധിക്കും. അതിനെക്കുറിച്ചൊന്നും ഇവിടെ ചിന്തിക്കുന്നില്ല. ഈ ഭരണസമിതി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എത്ര വെട്ടിച്ച് മാറ്റാം എന്ന് കരുതി മാത്രം ചെയ്യുന്നൊരു പണിയാണ്. ഇതിനെ നമ്മളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെതിരെ സമരം നടത്തും. അതോടൊപ്പം ഇതിന് വിജിലൻസ് കേസ് നിലവിലുണ്ട്. ആ കേസുകളെല്ലാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടപെട്ട് ആ കേസുകളെല്ലാം കുത്തിപ്പൊക്കുന്നതായിരിക്കും. കാരണം ഇത് ഭയങ്കരമായ ഒരു അഴിമതിയാണ് നമുക്ക് കാണാൻ പറയും. ഇത് പെയിൻറ്റ് പോലും ചെയ്യാതെ അതിൻ്റെ ഫ്രണ്ടൊക്കെ വരുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാം. അതിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ഇടുന്ന സംവിധാനം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പനിപ്പ് തടയുന്നതിനുള്ളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മുഴുവൻ ഈ വിൻഡോ കീറിയിട്ട് ഇതിങ്ങനെ പനിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. വെള്ളം ഇങ്ങനെ 4 ചുറ്റും പനിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. ഇതെന്ത് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. ഇത് നാളെകളിൽ ആരെങ്കിലും വാടകയ്ക്ക് എടുക്കുമെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇതൊരു 4 വണ്ടി ഇടാനുള്ള ഇടയില്ല. കട്ടപ്പന ടൗണിനെ സംബന്ധിച്ചുള്ള ഇത്ര തിരക്കേറിയ ഒരു നഗരത്തിൽ വഴിയുടെ സൈഡിലൊന്നും വാഹനം പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഇതിന് ചെയ്യേണ്ടതിന് ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കുക എന്നുള്ളതായിരുന്നു. ആ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തിടത്തോളം കാലം ഇത് ഈ കാണിക്കുന്നത് മുഴുവൻ അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ നടത്തി അവിടെ ഇവിടെയൊക്കെ ചാരം പണിയൊക്കെ ചെയ്ത് ഈ 1 കോടി രൂപ, ഏകദേശം 1 കോടി രൂപ അടിച്ചു മാറ്റുന്നതിനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഫ്രണ്ട് മുഴുവൻ ഈ പാരപ്പറ്റെല്ലാം വിണ്ട് കീറിയിരിക്കുക. ഇതിൻ്റെ വാർത്ത വെച്ചിരിക്കുന്നത് അതിനൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ പ്ലാസ്റ്റർ പോലും ചെയ്യുന്നില്ല. അതിങ്ങനെ ഗ്ലാസ് ഇട്ട് മറച്ചിട്ട് ഈ ബിൽഡിംഗ് അതേപടി നിലനിർത്താനാണ്. ചിലപ്പോൾ ഇത് ഉരുണ്ട് വീഴാൻ പോലും സാധ്യതയുണ്ട്. ഈ വിള്ളലെല്ലാം കൂടി അടർന്ന് വീണ് ഇതുപോലെ പരിപാടിക്ക് എടുക്കുന്ന സമയത്ത് ആരുടെയും മുഖത്ത് വീണാൽ പോലും അത്ഭുതമൊന്നും പ്രതീക്ഷിക്കാൻ കാര്യമില്ല. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ അറിയാൻ വേണ്ടി ഇവിടുത്തെ ചാനലുകളെല്ലാം ഇതിനൊരു പരമ്പര തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും വലിയൊരു അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഗ്ലാസ് ഇട്ടുകൊണ്ട് ഇതിൻ്റെ നനച്ചിൽ മാറും, അല്ലെങ്കിൽ ഇത് ഈ വിള്ളൽ മാറും, ഒന്നുമില്ല. ഇത് ആരെയും കാണിക്കാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. അതിന് വേണ്ടി മാത്രം ചെയ്യുന്നത്. ഇത് കണ്ടില്ല, അതിൻ്റെ ഫ്രണ്ട് കണ്ടില്ല, ഒരു വണ്ടി ഇടാനുള്ള ഇടയുണ്ടോ? ഇവിടെ ഒരു വണ്ടി ഇടാനുള്ള ഇട പോലും ഇല്ല. ഇത് ചുമ്മാ ആളുകളെ കത്തിക്കാൻ വേണ്ടി ഒരുമാതിരി പരിപാടി നടത്തുന്നുള്ളൂ. പണം അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനം മാത്രം.
എന്നാണ്ട് എവിടെ പോയി പപ്പ ഇവിടെ ഇത് വളരെ ആസൂത്രിതമായിട്ട് അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഇത് പണിയുകയാണെങ്കിൽ നമുക്കതിനെ അടിയുന്നല ഈ മണ്ണ് മാറ്റിയാൽ അടിയുന്നലയിൽ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കാം. ഈ റോഡ് ലെവലിൽ നമുക്ക് ഷട്ടറുകൾ പണിത് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. മുനിസിപ്പാലിറ്റിക്ക് തന്നെ നല്ല തുകയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഒരു ഹാൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഹാൾ വാടകയ്ക്ക് കൊടുക്കാം. അങ്ങനെ മുനിസിപ്പാലിറ്റിക്ക് നിരവധിയായ വരുമാനം ഉണ്ടാകുന്നതോടൊപ്പം ഈ നാട്ടിലെ വേണ്ട ആളുകൾ, പാവപ്പെട്ട ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. അതോടൊപ്പം ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഒരു ആസൂത്രിതമില്ലായ്മയാണ് അതിനകത്ത് പ്രശ്നം. ഇത് എങ്ങനെ ഒരു പണം തട്ടിച്ചെടുക്കാം എന്നുള്ള ഒരു ചിന്തയിൽ മാത്രം നടക്കുന്നൊരു സംഭവം. അല്ലാതെ ഇത് ഒരു നാടിന് എന്തെങ്കിലും ഗുണം വേണമെന്നൊരു മറ്റ് സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനാണ് ഇവിടുത്തെ ഈ അല്ലാതെ എല്ലാ കാര്യങ്ങളിലും ഈ നഗരസഭയുടെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ട്രൈബൽ സ്കൂൾ ആയിക്കോട്ടെ, നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി ആയിക്കോട്ടെ, ടൗൺ ഹാൾ ആയിക്കോട്ടെ, നമ്മുടെ നഗരസഭയുടെ മിറ്റമായിക്കോട്ടെ, നമ്മുടെ സിവിൽ സ്റ്റേഷൻ ആയിക്കോട്ടെ, ഏത് സ്ഥാപനവും നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥാപനങ്ങളെല്ലാം എങ്ങനെ മോശമാക്കിയിടാമെന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഭരണസമിതിയാണ്. അതെങ്ങനെ ഇപ്പം നമുക്കറിയാം 20 ഏക്കർ ആശുപത്രിയുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എപ്പോൾ വേണേലും ഇടിഞ്ഞു വീഴാവുന്ന രീതിയിലായിരിക്കും. അത് ഇവർ പറയും ഗവൺമെൻറ്റിൻ്റെയാന്ന് പറയും, പക്ഷേ അത് നഗരസഭയുടെ അധീനതയിലുള്ളത്, അത് സാധാരണക്കാർക്ക് അറിയിച്ചില്ല. ഗവൺമെൻറ് ട്രൈബൽ സ്കൂളും താലൂക്ക് ആശുപത്രിയൊക്കെ കട്ടപ്പന നഗരസഭയുടെ കീഴിലുള്ളത്. നഗരസഭയുടെ നല്ലൊരു 4 പേർക്ക് മരുന്ന് കൊടുത്താൽ അയ്യോ നഗരസഭ മരുന്ന് കൊടുത്തെന്ന് പറയും. താലൂക്ക് ആശുപത്രി 4 പേർക്ക് മരുന്ന് കൊടുത്താൽ അവർ വലിയ വാർത്ത പറയും. പക്ഷേ ആ മരുന്ന് കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കാശ് കൊണ്ടാണ്. ഗവൺമെൻറ് കൊടുക്കുന്ന പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് അവർ മരുന്ന് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇതിന് കൊടുക്കുന്ന 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടാണ്, അല്ലാതെ ഓൺ ഫണ്ടല്ല. ഇവർ ഈ ഓൺ ഫണ്ട് എന്ന് പറയുന്നത് 10-15 ലക്ഷം രൂപയേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെൻറ് നമുക്ക് തരുന്ന പൈസ മുടക്കിയാണ് ഈ പേക്കൂത്തുകൾ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് ഇവിടെ നടത്തുന്നത്. ഇവർ സ്വന്തമായിട്ടല്ല, നഗരസഭ പിരിച്ചെടുത്ത പൈസ കൊണ്ടല്ല. നമുക്ക് മുനിസിപ്പൽ ഭരണസമിതികൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന പ്ലാൻ ഫണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഫണ്ട് പാസ്സാക്കിയപ്പോഴത്തേനും പ്രതിപക്ഷം ഇതിനെ എതിർക്കോ ഒന്നും ചെയ്തില്ല എന്നാണല്ലോ എന്നിട്ട് പറയുന്നത്. കടുത്ത വിയോജനം എഴുതിയിട്ടുമുണ്ട്. ഒരു കാരണവശാലും അത് പരസ്യമായിട്ട് തന്നെ ഞങ്ങൾ ചാനലുകളിൽ പറഞ്ഞ ചാനലുകളെല്ലാം വാർത്ത ചെയ്തതാണ്. കാരണം ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു ഇതിനകത്ത് ആദ്യം വേണ്ടത്, ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, റോഡിലാണ് ഈ ടൗൺ ഹാൾ ഇരിക്കുന്നത്. ഞാൻ ആ മുനിസിപ്പൽ കൗൺസിലിൽ പറഞ്ഞതാണ്, റോഡ് ഇത് കണ്ടില്ലേ, അതാ റോഡ്. ഈ റോഡിൻ്റെ 8 മീറ്റർ മാറ്റിയാൽ ഇത് പൊളിച്ച് മാറ്റേണ്ടി വരില്ലേ? ഇത് റോഡിനകത്താണ് ഈ സാധനം ഇരിക്കുന്നത്. അന്നും ഭരണസമിതിയിൽ ഇത്രയും തുക വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്, ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പറ്റില്ല. 1 കോടി രൂപയോളമുണ്ട്, ആ പൈസ ഉപയോഗിച്ച് പുതിയ ടൗൺ ഹാൾ പണിയണമെന്ന് പറഞ്ഞു. അവർക്ക് 3-2 ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അവർ പാസ്സാക്കിക്കൊണ്ട് ചെയ്യുന്നു. അല്ലാതെ ഞങ്ങളാരും അനുകൂലിച്ചിട്ടില്ല. 9 പേര് LDF-കാരും അനുകൂലിച്ചിട്ടില്ല, 2 NDA-കാരും അനുകൂലിച്ചിട്ടില്ല. കറ്റ്യാമലക്കട കട്ടപ്പന 53 വർഷക്കാലമായി ഹൈറേഞ്ചിന്റെ തിലകക്കുറിയായ കട്ടപ്പനയിൽ ഏലം ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് യഥാസമയങ്ങളിൽ കൃത്യമായ രീതിയിൽ നൽകേണ്ട രാസജൈവ വളങ്ങൾ കൂടാതെ എല്ലാവിധ കൃഷികൾക്കുള്ള മരുന്നുകൾ ഉൾപ്പെടെ മിതമായ നിരക്കിൽ നൽകുന്നു. വർഷങ്ങളായി സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ സ്ഥാപനം കൂടുതൽ സൗകര്യങ്ങളോടെയും പാർക്കിംഗ് സൗകര്യങ്ങളോടെയും വിപുലീകരിച്ചുകൊണ്ട് ഇടശ്ശേരി ജംഗ്ഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ച വിവരം അറിയിക്കുന്നു. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനം. വർഷങ്ങളുടെ വിശ്വാസം, കട്ടപ്പനക്കാരുടെ സ്വന്തം കറ്റ്യാമലക്കട, ഇടശ്ശേരി ജംഗ്ഷൻ, കട്ടപ്പന. ഫോൺ 046868 272 419. മൊബൈൽ 9447 331 090. കറ്റ്യാമല, കട്ടപ്പന.